മൂന്നാറിലെ മാലാഖ. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. പാലക്കാരൻ അച്ചായന്റെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ മൂന്നാറിലെ മഞ്ഞുതുള്ളി. മഞ്ഞും മഴയും സാക്ഷിയായ പ്രണയത്തിന്റെ നിത്യഹരിത കാവ്യം. മൂന്നാറിലെ പുലർച്ചകൾക്ക് ഒരു പ്രത്യേക ഗന്ധമാണ്. പച്ചിലകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞിന്റെയും എവിടെയോ വറക്കുന്ന കാപ്പിയുടെയും കാറ്റിൽ അലിഞ്ഞു ചേർന്ന യൂക്കാലിപ്സ് മണത്തിന്റെയും ഒരു മിശ്രിതം. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നും ചൂടിൽ നിന്നും എബിൻ തന്റെ പഴയ ജീപ്പുമായി മൂന്നാറിലെ കുന്നുകൾ കയറി വന്നത് ആ തണുപ്പിലേക്കാണ്. അവന്റെ അമ്മച്ചിയുടെ അനുജത്തി ഏലമ്മച്ചി താമസിക്കുന്നത് മൂന്നാറിലെ മാട്ടുപെട്ടിക്കടുത്തുള്ള ഒരു വലിയ തറവാട്ടിലാണ്. ഏലമ്മച്ചിയുടെ ഭർത്താവ് മരിച്ച ശേഷം ആ വലിയ തോട്ടവും ബംഗ്ലാവും നോക്കി നടത്തുന്നത് അവരൊറ്റയ്ക്കാണ്. എബിൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. വെറുമൊരു ഫോട്ടോഗ്രാഫർ അല്ല, പ്രകൃതിയുടെ ഓരോ സ്പന്ദനവും ലെൻസിലൂടെ ഒപ്പിയെടുക്കുന്ന ഒരാൾ. എന്റെ കർത്താവ്, ഈ റൂട്ടിലൊന്നും ഇപ്പോഴൊരു മാറ്റവും ഇല്ലല്ലോ. ജീപ്പിന്റെ സ്റ്റിയറിംഗ് വെട്ടിക്കുന്നതിനിടയിൽ എബിൻ സ്വയം പറഞ്ഞു. മുന്നിൽ മഞ്ഞ് പുതച്ച് കിടക്കുന്ന റോഡിൻ വശങ്ങളിൽ അരസമായി വീണ് കിടക്കുന്ന കാട്ടുപൂക്കൾ. അവൻ ജീപ്പ് റോഡരികിൽ ഒതുക്കി നിർത്തി. പുറത്തിറങ്ങിയപ്പോൾ തണുപ്പ് അവന്റെ ജീൻസിനുള്ളിലൂടെ അരിച്ച് കയറി. അവൻ തന്റെ കാനോൺ ക്യാമറ കയ്യിലെടുത്തു. ലെൻസിലൂടെ നോക്കിയപ്പോൾ കണ്ടത് പ്രകൃതിയുടെ ഒരു മായാജാലമാണ്. വെളിച്ചം തേയില ചെടികൾക്കിടയിലൂടെ അരിച്ചു വരുന്നു. അവൻ ഓരോന്നായി ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ക്യാമറയുടെ വ്യൂ ഫൈൻഡിലൂടെ ഒരു കാഴ്ച അവന്റെ കണ്ണിലുടക്കിയത്. ദൂരെ തേയിലത്തോട്ടങ്ങൾക്കിടയിലെ ചെറിയൊരു നടപ്പാതയിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരുന്നു. ഒരു ധാവണി ഹാഫ് സാരിയാണ് വേഷം. കടും പച്ച നിറത്തിലുള്ള പാവാടയും മഞ്ഞ ബ്ലൗസും. തോളിലൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട്. കൈകളിൽ കുറെ മുല്ലപ്പൂക്കൾ പിടിച്ചിരിക്കുന്നു. അവളെന്തോ മൂളിപ്പാട്ട് പാടുന്നുണ്ടായിരുന്നു. എബിൻ അറിയാതെ തന്നെ ആ കാഴ്ചയിലേക്ക് ക്യാമറ സൂം ചെയ്തു. അവളുടെ മുഖം തെളിഞ്ഞു വന്നു. വലിയ കണ്ണുകൾ, നെറ്റിയിലൊരു ചെറിയ കറുത്ത പൊട്ട്, കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകൾ. അവൾ ചുറ്റുമുള്ള മഞ്ഞിനെയോ തണുപ്പിനെയോ ശ്രദ്ധിക്കുന്നില്ല. അവൾ ആ പ്രകൃതിയുടെ ഭാഗമാണെന്ന് തോന്നിപ്പിച്ചു. പെട്ടെന്ന് അവൾ നിന്നു. എവിടെ നിന്നോ വന്ന ഒരു കാറ്റ് അവളുടെ കയ്യിലിരുന്ന മുല്ലപ്പൂക്കളെ ചിതറിച്ചു. അവൾ തമിഴിൽ പരിഭവിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, എന്നെ இந்த കാറ്റ് ഇപ്പടി പண்றது എല്ലാമേ പോച്ച്. അവളുടെ ശബ്ദത്തിന് ആ തേയിലത്തോട്ടത്തിലെ കിളികളുടെ പാട്ടിനേക്കാൾ മാധുര്യമുണ്ടെന്ന് എബിന് തോന്നി. ക്യാമറയുടെ ഷട്ടർ അറിയാതെ ഒന്ന് അമർന്നു. ആ ശബ്ദം കേട്ടിട്ടാവണം അവൾ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. റോഡരികിൽ ജീപ്പിനരികിൽ നിൽക്കുന്ന അപരിചിതനെ കണ്ടതും അവളൊന്ന് പകച്ചു. അവളുടെ ആ വലിയ മിഴികൾ വിടർന്നു. എബിൻ പെട്ടെന്ന് വിക്കിപ്പോയി. അത് സോറി, ഞാൻ ചുമ്മാ ഫോട്ടോ എടുത്താ. അവളൊന്ന് പുഞ്ചിരിച്ചു. സാറേ. ആ ചിരിയിൽ മൂന്നാറിലെ മഞ്ഞുരുകുന്ന പോലെ തോന്നി എബിന്. അവൾ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. നീ അങ്ങ് ഫോട്ടോ എടുക്കുമെങ്കിലാ സാർ, இந்த പൂവെല്ലാം പോയിടിച്ച്. അവൾ തന്റെ ചിതറിയ മുല്ലപ്പൂക്കളെ നോക്കി പറഞ്ഞു. എബിൻ അവളുടെ അടുത്തേക്ക് നടന്നു. അത് സാറില്ല, ഈ ഫോട്ടോയിൽ ഇത് നല്ല ഭംഗിയുണ്ട്. യു ലുക്ക് ഗ്രേറ്റ് ഇൻ ദിസ് ഫ്രെയിം. അവൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായെന്നറിയില്ല. പക്ഷെ അവൻ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ അവൾ തലതാഴ്ത്തി. ഞാൻ തേൻമൊഴി, ഇങ്ങ ലയത്തിലായിരിക്കോ. നീങ്ക യാര് സാർ? ഏലമാമ്മച്ചിയുടെ വീട്ടിൽ വന്നവരാ? അവളുടെ ചോദ്യം കേട്ട് എബിൻ അത്ഭുതപ്പെട്ടു. അതെ, നിനക്കെങ്ങനെ മനസ്സിലായി? അവൾ കുസൃതിയോടെ ചിരിച്ചു. இந்த വണ്ടി, இந்த ജീപ്പ് എനിക്ക് നല്ല തിരിയും. ഏലമാമ്മച്ചി ചൊല്ലിருக்கு കൊച്ചിയിൽ നിന്നൊരു പേരം വരപ്പോറേന്ന്. അത് നീങ്ക താനാ? എബിൻ ചിരിച്ചു. അതെ, ഞാൻ തന്നെ. ഞാനാണ് എബിൻ. അവർക്കിടയിൽ മഞ്ഞ് വീണ്ടും പെയ്യാൻ തുടങ്ങി. ആ തണുപ്പിൽ എബിന് തന്റെ ഉള്ളിൽ ഒരു ചൂട് അനുഭവപ്പെട്ടു. മനോഹരമായൊരു തുടക്കം. മൂന്നാറിലെ മലനിരകളെ സാക്ഷി നിർത്തി ഒരു തമിഴ് പെൺകുടിയും ഒരച്ചായനും തമ്മിലുള്ള പുതിയൊരു അധ്യായം അവിടെ തുടങ്ങിയായിരുന്നു. തേൻമൊഴി തന്റെ കയ്യിലുണ്ടായിരുന്ന കുട്ടയുമായി തേയിലക്കാടുകൾക്കിടയിലൂടെ വേഗത്തിൽ നടന്നു പറയുന്നത് എബിൻ നോക്കി നിന്നു. അവൾ പോയി കഴിഞ്ഞിട്ടും അവളുടെ മുല്ലപ്പൂക്കളുടെ ഗന്ധം അവിടെ അവശേഷിക്കുന്ന പോലെ അവന് തോന്നി. തേൻമൊഴി പേരുപോലെ തന്നെ കണ്ണുകൾക്കും എന്തൊരു ഭംഗിയാണ്, എബിൻ മനസ്സിലോർത്തു. അവൻ വീണ്ടും ജീപ്പിൽ കയറി ഏലമ്മച്ചിയുടെ റോസ്വീലെ ലക്ഷ്യമാക്കി തിരിച്ചു. പഴയ ബ്രിട്ടീഷ് നിർമ്മിതിയിലുള്ള ഒരു വലിയ ബംഗ്ലാവാണ് ഏലമ്മച്ചിയുടേത്. ചുറ്റും കാപ്പിത്തോട്ടവും ഏലവും. പടിക്കൽ ജീപ്പെത്തിയപ്പോഴേക്കും ഉമ്മറത്ത് വെള്ളമുണ്ടും ചട്ടയും എടുത്ത് കണ്ണട മൂക്കിന്റെ അറ്റത്ത് വെച്ച് ഏലമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു. എടാ എബിനെ, നീ എത്തിയായിരുന്നോടാ കൊച്ചേ? ഞാൻ വിചാരിച്ചു നീ വഴിതെറ്റി എവിടേക്കെങ്കിലും പോയി കാണുന്നു. ഏലമ്മച്ചി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എബിൻ ജീപ്പിൽ നിന്നിറങ്ങി അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച്. വഴിതെറ്റാൻ ഈ മൂന്നാറിൽ എന്നെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ ഏലമ്മച്ചി? ഇവിടുത്തെ ഓരോ കല്ലിനും മരത്തിനും എന്നെ അറിയാവുന്നല്ലയോ? നിന്റെ ആ തള്ളിക്കൊള്ളൽ ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? അകത്തേക്ക് അയറിയച്ചും വാ, നിനക്ക് കുടിക്കാൻ ഞാൻ നല്ല ചുക്ക് കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട്. അകത്തെ സ്വീകരണ മുറിയിൽ പഴയ തടി ഫർണിച്ചറുകളും മണിച്ചിത്രത്താഴിട്ട വാതിലുകളും ഒക്കെ കണ്ടപ്പോൾ എബിന് തന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അവൻ തന്റെ ക്യാമറ ബാഗ് സോഫയിൽ വെച്ച് ജനാലക്കൽ പോയി നിന്നു. അവിടെ നിന്ന് നോക്കിയാൽ താഴെ ദൂരെയുള്ള ലയങ്ങൾ കാണാം. അമ്മച്ചി, ഇവിടെ നമ്മുടെ തോട്ടത്തിൽ പണിക്ക് വരുന്ന ഒരു പെൺകുട്ടി.
തേൻമൊഴി എന്ന പേര്. അവൾ ഇവിടെയാണ് താമസം? എബിൻ വെറുതെ ചോദിച്ചു. ഏലമ്മച്ചി കാപ്പിയുമായി അങ്ങോട്ട് വന്നു. ഓ, ഈ തേൻമൊഴിയെ കണ്ടായിരുന്നോ? നമ്മുടെ മുരുകന്റെ മകളാ. ഈ തോട്ടത്തിലെ പണിക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല കുട്ടി. തമിഴാണെങ്കിൽ നല്ല വെടിപ്പായിട്ട് മലയാളം സംസാരിക്കും. പാവം, അവിടെ അപ്പം മുരുകൻ പണ്ട് നമ്മുടെ തോട്ടത്തിൽ സൂപ്പർവൈസർ ആയിരുന്നു. ഇപ്പൊ വയ്യാതെ കിടപ്പില്ല. ആ കൊച്ചാ കുടുംബം നോക്കുന്നു. എബിൻ കാപ്പി കുടിക്കുമ്പോൾ തേൻമൊഴിയുടെ ആ വലിയ മിഴികളോർത്തു. ആ കണ്ണുകളിൽ പ്രണയം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ഭാരവും ഉണ്ടായിരുന്നു എന്നവൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. പെട്ടെന്നാണ് പുറത്തൊരച്ച കേട്ടത്. അമ്മച്ചി, ഇങ്ങ പാരുങ്കോ. അത് തേൻമൊഴി തന്നെയായിരുന്നു. അവൾ കയ്യിലൊരു പാത്രം പാലുമായി വരികയായിരുന്നു. അടുക്കള വാതിൽക്കിലെത്തി അവൾ എബിനെ കണ്ടതും ഒന്ന് തറഞ്ഞു നിന്നു. അവളുടെ മുഖത്ത് ഒരു ചെറിയ നാണം വിരിഞ്ഞു. ആ, വാടി തേൻമൊഴി, നീ നേരത്തെ വന്നല്ലോ. ഇതാ എന്റെ ചേച്ചിയുടെ മോൻ എബിൻ. നീ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടുവല്ലേ? ഏലാമ്മച്ചി ചോദിച്ചു. തേൻമൊഴി മേലെ തലയാട്ടി. ആമച്ചി, പാത്തിടിച്ച്. തേൻമൊഴി, കാപ്പി കുടിച്ചോ? എബിൻ പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചു. അവളൊന്ന് ഇരുത്തി മൂളി. ഇല്ല സാർ, കുടിക്കണം. അമ്മച്ചി പാലും കേൾക്കണം. അവിടെ വെച്ചേക്കും മോളെ. നീ പോകുന്നതിന് മുമ്പ് എബിന് ആ പഴയ തോട്ടത്തിന്റെ ഭാഗത്തേക്കൊന്ന് വഴി കാണിച്ചു കൊടുക്കണം. അവൻ അവിടെ കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് ഏലാമ്മച്ചി പറഞ്ഞു. എബിന്റെ ഉള്ളിൽ ഒരു ലോഡ് ലഡു ഒരുമിച്ച് പൊട്ടി. അവൾക്കൊപ്പം തോട്ടത്തിലൂടെ നടക്കാൻ ഒരു അവസരം. തേൻമൊഴി അവനെ ഒന്ന് കള്ളക്കണ്ണാൽ നോക്കി. ആമാങ്കി അമ്മച്ചി, ഞാൻ വീട്ടിൽ പോയി തിരുമ്പി പറയാൻ. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എബിൻ വേഗം തന്റെ ക്യാമറ കയ്യിലെടുത്തു. അമ്മച്ചി, ഞാൻ പോയേച്ച് വരാം. അവൻ വേഗത്തിൽ പുറത്തേക്ക് ഓടി. പുറത്ത് വെയിൽ കുറച്ചുകൂടി തെളിഞ്ഞിരിക്കുന്നു. തേൻമൊഴി മുന്നിൽ നടക്കുകയാണ്. അവളുടെ കാൽപാദങ്ങൾ മണ്ണിൽ പതിയുന്ന നോക്കി എബിൻ പിന്നാലെ കൂടി. എബിൻ സാർ, അവൾ നടത്തം നിർത്താ വിളിച്ചു. എബിൻ എന്ന് വിളിച്ചാൽ മതി തേൻമൊഴി. ഈ സാറ് വിളി എനിക്ക് ഇഷ്ടമല്ല. അവളും തിരിഞ്ഞോക്കി ചിരിച്ചു. ശരി എബിൻ. ആ തമിഴ് ചുവയുള്ള വിളി അവന്റെ കാതുകളിൽ ഒരു സംഗീതം പോലെ പതിച്ചു. നീങ്ക ഫോട്ടോ എടുക്ക വരുവാങ്കേ, ആന ഇങ്ങനെയുള്ള മനുഷ്യരെ പറ്റി ഏതാവും തെരയുമാ? എബിനൊന്ന് ആലോചിച്ചു. ഇല്ല തേൻമൊഴി, എനിക്ക് പ്രകൃതി മാത്രമേ അറിയൂ. മനുഷ്യരറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നേക്ക് ഞാൻ നിങ്ങൾക്ക് ഈ മണ്ണിലെ മനുഷ്യരെയും പ്രതിയും കാണിച്ചു തരാം. വാങ്ങോ. അവൾ കൈ നീട്ടി അവൻ അടുത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് ക്ഷണിച്ചു. മഞ്ഞുമൂടിയ ആ തോട്ടത്തിൽ പ്രണയത്തിന്റെ പുതിയൊരു വിത്ത് മുളക്കാൻ തുടങ്ങിയായിരുന്നു. തേയില ചെടികൾക്കിടയിലൂടെയുള്ള ആ നടത്തത്തിനിടയിൽ എബിൻ ചോദിച്ചു. തേൻമൊഴി, നീ ജനിച്ച വളർന്നൊക്കെ ഇവിടെ ഈ മൂന്നാറിലാണ്? തേൻമൊഴി ഒരു നിമിഷം ആലോചനയിലാണ്ടു. അവളൊരു വലിയ തേയില മരത്തിന്റെ ചുവട്ടിൽ നിന്നു. അല്ലേ ബിൻ, അപ്പ മുരുകൻ തമിഴ്നാട്ടിൽ തേനിലുള്ളതാ. അങ്കി വ്യാപാരം എല്ലാം പോച്ച് കടം കയറിയപ്പോഴാ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ആത്തെയും കൂട്ടി അപ്പം മൂന്നാറിലേക്ക് വന്ന്. അന്ന് ഞാൻ ചെറിയൊരു കുളന്തേതാ. ഇവിടെ വന്ന ശേഷം ഈ തോട്ടത്തിൽ പണിയെടുത്താ ഞങ്ങൾ വളർന്ന്. 10 കൊല്ലം മുമ്പ് ഒരു പനി വന്ന് ആത്ത സത്ത് പോയിച്ച്. പിന്നെ അപ്പയും ഞാനും മാത്രം എന്താ. അവളുടെ കണ്ണുകളിൽ ചെറിയ നനവ് വളർന്നു. ഇപ്പൊ അപ്പാവുക്ക് തളർവാദം വന്ന് കിടപ്പില്ല. എനിക്കൊരു അനിയനുണ്ട്, മുത്ത്. അവൻ മൂന്നാറിലൊരു വർക്ക്ഷോപ്പിൽ വേലക്ക് പോവാ. അവന്റെ പഠിത്തം പകുതിക്ക് വെച്ച് നിന്നു. ഇപ്പൊ ഞാനും മുത്തും കൂടിയാ അപ്പയെ പാക്കുന്നത്. എബിൻ അവളുടെ വാക്കുകളിൽ ആ പഴയ തമിഴ്നാടിന്റെ ഗന്ധവും മൂന്നാറിലെ ലയങ്ങളുടെ കഷ്ടപ്പാടും അനുഭവപ്പെട്ടു. സോറി തേൻമൊഴി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ലേ? അതൊന്നും പറവായില്ലേ ബീൻ. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഓരോ തേയിലക്കുളന്നിലും ഞങ്ങളുടെ വിയർപ്പിരിക്ക്. ആളൊന്നും ചിരിക്കാൻ ശ്രമിച്ചു. ആനാ, എബിൻ സാറിന്റെ വീട്ടിൽ ആരൊക്കെ? പെരിയ വീടാണോ? എബിൻ തന്റെ വീടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. എന്റെ വീട് അങ്ങ് കോട്ടയം പാലായില്ല. പക്ക അച്ചായൻ കുടുംബം. അപ്പച്ചൻ പൗലോസ് പണ്ട് ഗൾഫിലായിരുന്നേ. ഇപ്പൊ നാളെ റബ്ബർ കൃഷിയൊക്കെ ആയിട്ട് നടക്കുക. അമ്മച്ചി മറിയാമ വീട്ടിലെപ്പോഴും ബഹളാ. എനിക്കൊരു ചേച്ചിയുണ്ട്, എൽസ. ചേച്ചി നേഴ്സാ. ഇപ്പൊ ഭർത്താവിനൊപ്പം UK ഞാൻ ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് നടക്കുന്നത് അപ്പച്ചന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. വല്ല പള്ളിക്കൂടത്തിൽ പഠിക്കുവാനോ കൃഷി നോക്കാനൊക്കെയാ അപ്പച്ചൻ പറയുന്നേ. പാല അച്ചായൻ കേട്ടിருக்கு, നല്ല ഗത്താണെന്ന്. തേൻമൊഴി തമിഴ് കലർന്ന മലയാളത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഗത്തിന് കുറവൊന്നുമില്ല. ഞായറാഴ്ച പള്ളിയിൽ പോക്കും പോത്തിറച്ചി വെപ്പൊക്കെ ആയിട്ട് നല്ല തകർപ്പൻ ജീവിതാ. പക്ഷെ എനിക്ക് ഈ പ്രകൃതിയും ക്യാമറയും വിട്ടിളയാൻ പറ്റില്ല. അതുകൊണ്ടാ അമ്മച്ചിയോട് വഴക്കിട്ട് ഇങ്ങോട്ട് പോന്ന്. അവർ സംസാരിച്ചു കിടന്ന് പഴയൊരു കൊളോണിയൽ ബംഗ്ലാവിന്റെ അവശിഷ്ടങ്ങളുള്ള ഭാഗത്തേക്കായിരുന്നു. അവിടെ മഞ്ഞ് കുറച്ചുകൂടി കടുപ്പത്തിലായിരുന്നു. ഇവിടെ എനിക്ക് ഫോട്ടോകൾ എടുക്കേണ്ടത്. എബിൻ ക്യാമറ റെഡിയാക്കി. തേൻമൊഴി, നീ അവിടെ ആ പാറപ്പുറത്ത് നിൽക്കാമോ? ആ വെളുത്ത് തുടുത്തി നിൽക്കുന്ന മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ നിനക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. തേൻമൊഴി ആദ്യമൊന്നും മടിച്ചു. പിന്നെ അവൾ മെല്ലെ ആ പാറപ്പുറത്ത് പോയി നിന്നു. കാറ്റിൽ അവളുടെ മുടിയകൾ പാറി. അവൾ ദൂരെയുള്ള മലനിരകളിലേക്ക് നോക്കി നിന്നു. എബിൻ ആ കാഴ്ച ക്യാമറയിൽ പകർത്തി. വെറുമൊരു ഫോട്ടോ ആയിരുന്നില്ല അത്. അവന്റെ ഹൃദയത്തിൽ തേൻമൊഴി എന്ന പെൺകുട്ടി എന്നേക്കുമായി പതിയുകയായിരുന്നു. മുടിച്ചിരിച്ച എബിൻ? അവൾ വിളിച്ചു ചോദിച്ചു. കഴിഞ്ഞു തേൻമൊഴി, ബ്യൂട്ടിഫുൾ, അമേസിംഗ്, എബിൻ വിളിച്ചു പറഞ്ഞു. അന്നത്തെ ആ യാത്രയിൽ അവർ പരസ്പരം കുറെ കൂടി അടുത്തെറിഞ്ഞു. തമിഴ് ഗ്രാമത്തിലെ മണവും അച്ചായൻ വീടുകളിലെ സ്നേഹവും അവർക്കിടയിൽ ഒരു പാലമായി മാറി.
പക്ഷേ ലയത്തിൽ ആ ചെറിയ മുറിയിൽ കിടക്കുന്ന രോഗിയായ അപ്പയും പള്ളിയിലെ കുരിശുവരയും തമ്മിലുള്ള ദൂരം എത്ര വലുതാണെന്ന് അവനൊന്ന് അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ എബിൻ ഉണർന്നു. തലേ ദിവസം കണ്ട തേൻമൊഴിയുടെ മുഖം അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഏളമച്ചി ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ്. എബിനെ, നീ ഇന്ന് എങ്ങോട്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നേ? അമ്മച്ചി, ഞാൻ വിചാരിച്ചു ആ ലയങ്ങളുടെ ഭാഗത്തേക്കൊന്ന് പോവാന്ന്. അവിടുത്തെ തൊഴിലാളികളുടെ ജീവിതം അതൊന്ന് ക്യാമറയിൽ പകർത്തണം. എബിൻ കള്ളം പറഞ്ഞല്ല, പക്ഷെ അവന്റെ ഉള്ളിൽ തേൻമൊഴിയെ കാണാനുള്ള തിടുക്കമായിരുന്നു. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്. തേൻമൊഴിയുടെ അപ്പം മുരുകന് കൊടുക്കാൻ ഞാൻ കുറച്ച് മരുന്നും പഴങ്ങളും കരുതിയിട്ടുണ്ട്. അത് നീ പോകുന്ന വഴിക്ക് അവിടെ കൊടുത്തേക്കണം. ആ കുട്ടിയെ കഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയാ. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പൊതിയും വാങ്ങി എബിൻ തന്റെ ജീപ്പിൽ ലയങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി. തേയില തോട്ടങ്ങൾക്കിടയിൽ നീളത്തിൽ പണിത ചെറിയ മുറികളാണ് ലയങ്ങൾ. ഓരോ മുറിയിലും ഓരോ കുടുംബം. അവിടെ എത്തിയപ്പോഴേക്കും അന്തരീക്ഷമാകെ തിരക്കുള്ളതായിരുന്നു. സ്ത്രീകൾ തലയിൽ കൊട്ടയുമായി പണിക്കിറങ്ങുന്നു. കുട്ടികൾ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് ഓടുന്നു. ഒരു ചെറിയ മുറിക്ക് മുന്നിൽ തേൻമൊഴി പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് എബിൻ കണ്ടു. അലസമായി കെട്ടിവെച്ച മുടിയും സാധാരണ വേഷവുമാണെങ്കിലും അവൾക്കൊരു പ്രത്യേകതയുള്ളതുപോലെ അവനെ തോന്നി. തേൻമൊഴി, അവൻ മെല്ലെ വിളിച്ചു. അവൾ ഞെട്ടി തല ഉയർത്തി നോക്കി. എബിൻ, നീങ്ക എന്നെ പண்றீங்க? ഏളമച്ചി കുറച്ച് മരുന്ന് സാധനങ്ങളും തന്നു കിട്ടും. നിന്റെ അപ്പയൊന്ന് കാണാലെന്ന് ഞാനും കരുതി. അവൾ വേഗം കൈകൾ തുടച്ച് അവനകത്തേക്ക് ക്ഷണിച്ചു. ആ ചെറിയ മുറിക്കുള്ളിൽ വല്ലാത്തൊരു ശ്വാസമുട്ടൽ എബിന് തോന്നി. ഒരു മൂലയിൽ പഴയൊരു കട്ടിലിൽ മുരുകൻ കിടക്കുന്നു. മെലിഞ്ഞുണങ്ങിയ ശരീരം, കണ്ണുകളിൽ ഒരു തരം ശൂന്യത. അപ്പാ, ഇത് എബിൻ സാർ, ഏലമാമ്മച്ചിയുടെ പേരൻ. അവൾ അപ്പന്റെ ചെവിയിൽ പറഞ്ഞു. മുരുകൻ പണിപ്പെട്ടൊന്ന് കൈയുയർത്തി. വണക്കം തമ്പി. അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. എബിൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. വണക്കങ്കിൽ, സുഖാണോ? മുരുകൻ തേൻമൊഴി നോക്കി പുഞ്ചിരിച്ചു. ഇവളിരിക്കുമ്പോ എനിക്ക് എന്നാ തമ്പി ഒരു കുറേ. അവിടെ ഇരുന്ന് കുറച്ച് സമയം എബിൻ അവരുടെ ജീവിതം കണ്ടു. ആ കൊച്ചുമുറിയിൽ തേൻമൊഴി എത്ര മനോഹരമായിട്ടാണ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു മൂലയിൽ ഒരു ചെറിയ വിളക്ക് കത്തുന്നുണ്ട്. തമിഴ് ആചാരപ്രകാരം പൂജിക്കുന്ന ദൈവങ്ങളുടെ പടങ്ങൾ. ആ ചന്ദനത്തിരിയുടെ എബിന്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. തേൻമൊഴി, ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഈ വിളക്കിന്റെ അരികിൽ നിൽക്കുന്ന അവൾ നാളത്തോടെ വേണ്ടെന്ന് കൈ കാണിച്ചു. അയ്യോ വേണ എബിൻ, ഇപ്പൊ ഞാൻ കാണാൻ ഒട്ടും നല്ലതല്ല. പണിയൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ? നീ എപ്പോഴും നല്ലതാ തേൻമൊഴി, എബിൻ പറഞ്ഞു കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ 1000 വാക്കുകളുണ്ടായിരുന്നു. പെട്ടെന്നാണ് തേൻമൊഴിയുടെ അനിയൻ മുത്തു അങ്ങോട്ട് ഓടി വന്നു. അവന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. അക്കാ, ഇങ്ങ പാരിക്കോ, എനിക്ക് ഇന്നേക്ക് ബോണസ് അടിച്ചിരിക്ക്. മുത്തു എബിനെ കണ്ടതും ഒന്ന് സംശയത്തോടെ നിന്നു. തേൻമൊഴി അവനെ പരിചയപ്പെടുത്തി. 3 പേരും ചേർന്ന് സംസാരിക്കുമ്പോൾ എബിൻ തന്റെ ലോകത്ത് നിന്ന് എത്രയോ അകലെയാണെന്ന് അവന് തോന്നി. എങ്കിലും ഈ ലയത്തിലെ സ്നേഹം അവന്റെ വലിയ ബംഗ്ലാവിനേക്കാൾ വലുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരിച്ചു നടക്കുമ്പോൾ തേൻമൊഴി കൂടെ വന്നു. എബിൻ, ரொம்ப താങ്ക്സ് ഇങ്ങ വന്നതുക്ക്. തേൻമൊഴി, നാളെ വൈകുന്നേരം ടൗണിൽ ഒരു ചെറിയ ചന്തയുണ്ട്. നീ വരുന്നു എൻ്റെ കൂടെ? നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അവളൊന്ന് ആലോചിച്ചു. മുത്തു വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരാം. എബിൻ ജീപ്പിൽ കയറി പോകുമ്പോൾ കണ്ണാടിയിലൂടെ നോക്കി. തേൻമൊഴി അവിടെ തന്നെ നിന്ന് കൈവീശുന്നുണ്ടായിരുന്നു. മൂന്നാറിലെ തണുത്ത കാറ്റിന് ഇപ്പോൾ ഒരു മധുരമുണ്ടെന്ന് എബിന് തോന്നി. അടുത്ത ദിവസം വൈകുന്നേരം എബിൻ കൃത്യസമയത്ത് തന്നെ ജീപ്പുമായി തേൻമൊഴിയുടെ ലയത്തിന് മുമ്പിലെത്തി. അവൻ കള്ളി ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് ഒരു പാലാ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. തേൻമൊഴി വരുന്ന കണ്ടപ്പോൾ എബിന്റെ കണ്ണൊന്ന് മിന്നി. സാധാരണ ധാവണിക്ക് പകരം അവൾ ഒരു കടുനീല നിറത്തിലുള്ള കോട്ടൺ സാരിയാണ് ഉടുത്തിരുന്നത്. മുടി പിന്നിലേക്ക് മെടഞ്ഞു കെട്ടി അതിലൊരു വശത്തായി നല്ല വാടാത്ത മുല്ലപ്പൂക്കൾ തിരികിയിരിക്കുന്നു. അവളുടെ നെറ്റിയിലെ ചന്ദനപ്പൊട്ടു ആ ചിരിയും കൂടിയായപ്പോൾ എബിനൊരു നിമിഷം സ്റ്റെക്കായി നിന്നുപോയി. എബിൻ, എന്നെ പാക്കുறாங்க പോലാമാ? അവൾ കുസൃതിയോടെ ചോദിച്ചു. ആ പോലാം. തേൻമൊഴി, നിന്നെ കാണാൻ ഇന്ന് സത്യമായിട്ടൊരു തമിഴ് സിനിമയിലെ ഹീറോയിനെ പോലെയുണ്ട്. അവളൊന്ന് ചിരിച്ചുകൊണ്ട് ജീപ്പിന്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. മൂന്നാർ ടൗണിലെ ചന്തയിലേക്ക് അവർ യാത്ര തിരിച്ചു. ചന്തയിലെത്തിയപ്പോൾ അതൊരു 1.5 ബഹളമായിരുന്നു. പലഹാരങ്ങൾ വറുക്കുന്ന മണം, പച്ചക്കറി കച്ചവടക്കാരുടെ കൂക്കുവിളി, തമിഴും മലയാളവും കലർന്ന സംസാരങ്ങൾ. എബിൻ തന്നെ ക്യാമറയുമായി മുമ്പേ നടന്നു. എബിൻ, ഇതൊന്നും ശരിയാവത്ത് വരാതെ. നിങ്ങൾ പാലക്കാരല്ലേ, കുറച്ച് ഗൗരവമൊക്കെ വേണ്ടേ? ഇങ്ങനെ വഴി കാണുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത ആളുകൾ എന്ത് വിചാരിക്കും? നിങ്ങൾക്ക് വട്ടാണെന്ന്. തേൻമൊഴി അവനെ കളിയാക്കി. തേൻമൊഴി, ഇതാണ് കല. ഈ കാണുന്ന മനുഷ്യരുടെ മുഖത്ത് ഓരോ വരകളിലും ഓരോ കഥയുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എബിൻ അച്ചാൻ സ്റ്റൈലിൽ കൈവീശി പറഞ്ഞു. അതിനിടയിൽ തേൻമൊഴി ഒരു വളക്കടയുടെ മുന്നിൽ നിന്നു. പല നിറത്തിലുള്ള കുപ്പിവളകൾ. അവൾ അതൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ എബിനൊരു മോഹം. ഇതൊക്കെ പഴയ ഫാഷനിലെ തേൻമൊഴി, നമുക്ക് വല്ല ഗോൾഡ് ഡിസൈനും നോക്കാന്നേ എബിൻ വെറുതെ ചോദിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. ഗോൾഡ് വാങ്ങാൻ ഞാൻ ഏലമ്മച്ചിയുടെ പേരനല്ല സർ. എനിക്കെന്താ വളയെ പോകും. ഇന്ത സത്യം തന്നെ എനിക്ക് ரொம்ப പിടിക്കും. അവൾ പച്ച നിറത്തിലുള്ള കുറച്ച് വളകൾ കയ്യിലിട്ട് നോക്കി. എബിൻ പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കടക്കാരന് കൊടുത്തു.
എബിൻ എന്നെ പണ്ടിരിക്കേ എനിക്ക് വേന. അവൾ തടയാൻ നോക്കി. മിണ്ടാതിരിക്കടി ബസ്സേ, ഇതൊരു കൂട്ടുകാരന്റെ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. എന്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തതിനുള്ള കൂലി. എബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആ വളകൾ കയ്യിലിട്ടു. അവളുടെ കൈകളിൽ ആ പച്ച വളകൾ കിലുങ്ങിയപ്പോൾ എബിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക സംഗീതം മുഴങ്ങി. തിരിച്ചു നടക്കുമ്പോൾ അവരൊരു തമിഴ് കടയിൽ നിന്നുള്ള ചൂടുള്ള ബജിയും കാപ്പിയും കുടിച്ചു. എബിൻ ഞാൻ ഒരു കാര്യം കേൾക്കട്ടുമാ? തേൻമൊഴി ഗൗരവത്തിൽ ചോദിച്ചു. ആ ചോദിച്ചു. വീട്ടിലപ്പച്ചൻ പെണ്ണ് നോക്കുന്നുണ്ടാവില്ലോ, പള്ളിയിൽ പോകുമ്പോ കൊച്ചുങ്ങളെ കാണാറില്ലേ? എബിൻ കാപ്പി കുടിക്കാൻ നിർത്തി അവളെ നോക്കി. പെണ്ണൊക്കെ നോക്കുന്നുണ്ടെന്നേ. പാലായിലെ വലിയ റബ്ബർ മുതലാളിമാരുടെ മക്കളെയൊക്കെ അപ്പച്ചൻ ലിസ്റ്റിലിട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരാരെയും ഇഷ്ടമല്ല തേൻമൊഴി. എനിക്ക് വേണ്ടത് ഈ മൂന്നാറിലെ മഞ്ഞ് പോലെ, ഈ മുല്ലപ്പൂവിന്റെ ഗന്ധം പോലെയുള്ള ഒരാളെയാണ്. എബിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണത് പറഞ്ഞത്. തേൻമൊഴി പെട്ടെന്ന് നോട്ടം മാറ്റി. ആ തണുപ്പിലും അവളുടെ കവിളുകൾ ചുവന്ന് തുടുത്തു. നേരെ വാച്ച് പോലാം. അവൾ എഴുന്നേറ്റു. തിരികെ പോകുന്ന വഴി ജീപ്പിനുള്ളിൽ വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവരുടെ ഇടയിൽ മൗനം പോലും ഒരു മനോഹരമായ പാട്ടായി മാറുകയായിരുന്നു. ലയത്തിന് മുമ്പിൽ അവൾ ഇറക്കുമ്പോൾ എബിൻ ചോദിച്ചു, നാളെ ഞാൻ വരട്ടെ? അവളൊന്നും പറയാതെ ആ പച്ചവളകൾ കിലുക്കി കാണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഓടി. അത് അതേ എന്ന സമ്മതമാണെന്ന് എബിന് ഉറപ്പായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ മൂന്നാറിൽ മഴ പെയ്തു. മണ്ണൊലിപ്പല്ല, മറിച്ച് പ്രകൃതിയെ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതുപോലെയുള്ള ഒരു നനുത്ത മഴ. എബിൻ തന്റെ ക്യാമറയുമായി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഏലമ്മച്ചി വിളിച്ചു പറഞ്ഞു, എടാ എബിനെ, ഈ മഴയത്ത് നീ ഇത് എങ്ങോട്ടാ? തോട്ടത്തിൽ മുഴുവൻ അട്ടയുണ്ടാവും. വല്ലയിടത്ത് ഇരുന്ന് വല്ലത് എഴുതാനോ വായിക്കാനോ നോക്ക്. അമ്മച്ചി, ഈ മഴവില്ലി വിരിയുന്നതിന് മുമ്പുള്ള വിളിച്ചൊന്ന് കിട്ടാനാ. ഞാനിപ്പോ വരാം. എബിൻ ജീപ്പിന്റെ താക്കോലുമായി പുറത്തേക്ക് ചാടി. അവർ നേരെ പോയത് തേൻമൊഴിയുടെ ലയത്തിനടുത്തേക്കല്ല, മറിച്ച് അവർ നേരത്തെ സംസാരിച്ചിരുന്ന ആ പഴയ വാച്ച് ടവറിനടുത്തേക്കാണ്. അവിടെ തേൻമൊഴി ഉണ്ടാകുമെന്ന് അവൻ എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. നനഞ്ഞൊട്ടിയ തേയില ചെടികൾക്കിടയിലൂടെ തേൻമൊഴി പ്ലാസ്റ്റിക് കവർ തലയിൽ പുതച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ട്. എബിൻ ജീപ്പ് നിർത്തി പുറത്തിറങ്ങി. തേൻമൊഴി, അവൾ തിരിഞ്ഞു നോക്കി. ആ മഴവിൽ പുൻസിരി വീണ്ടും. എബിൻ, இந்த മഴയിൽ നീ എതുക്കാ വന്നീങ്ക? മരുന്നടിച്ച് ഉങ്ങൾക്ക് പനി വരും. പനി വന്നാൽ നീ നോക്കില്ലേ തേൻമൊഴി? എബിൻ കുസൃതിയോടെ ചോദിച്ചു. അവൾ മുഖം ചുളിച്ചു. എനിക്ക് വേറെ വേലയിരിക്കും. ഇതാ ഇത് പിടിക്കുങ്കോ. അവൾ കയ്യിലുണ്ടായിരുന്ന പൊതി അവന് നേരെ നീട്ടി. ഇതെന്താണ്? ഇത് സുഴിയൻ. ആത്തുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി എനിക്ക് தெரியாது. എന്നാലും മുത്തുവിനെ എനിക്ക് റൊമ്പ പിടിക്കും. നീക സാപ്പിടുങ്കോ. അവൻ ആ ചൂടുള്ള പലഹാരം കയ്യിലെടുത്തു. അതിന്റെ മണ ആ തണുപ്പിൽ അവന് വല്ലാത്തൊരു ആശ്വാസം നൽകി. നല്ല രുചിയുണ്ട് തേൻമൊഴി. നീ ഇതൊക്കെ എപ്പുണ്ടാക്കി? കാലയിൽ നീക്ക് വരുവാങ്ങിയത് മുത്തു സൊന്നാൻ. എബിൻ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. അപ്പോ നീ കാത്തിരിക്കുകയായിരുന്നല്ലേ? തേൻമൊഴി പെട്ടെന്ന് അവിടുത്തെ ഒരു കല്ലിലിരുന്നു. മൂന്നാറിലെ കാറ്റുമഴ എന്നും ഒരുപോലെ എബിൻ. പക്ഷേ ഇന്ന് ഇതിന് എന്തോ ഒരു മാറ്റമുള്ള പോലെ. നിങ്ങൾ വന്നുകൊണ്ടാണോ? എബിൻ അവിടെ അടുത്തിരുന്നു. തേൻമൊഴി, നിനക്ക് തമിഴ് പാട്ടുകൾ ഇഷ്ടമാണോ? നീ പാടുവോ? കൊഞ്ചം കൊഞ്ചമാ പാടുവേൻ. അല്ല നീങ്ക കിണ്ടൽ പണാത്. ഏയ് ഇല്ല തേൻമൊഴി, ഞാൻ കളിയാക്കില്ല. നീ ധൈര്യമായിട്ട് പാടിക്കോ. അവൾ മെല്ലെ മൂളി തുടങ്ങി. ആ ശബ്ദം ആ താഴ്വരയിൽ അലിഞ്ഞു ചേർന്നു. എബിൻ തന്റെ ക്യാമറ താഴെ വെച്ച് ആ പാട്ടിൽ ലയിച്ചിരുന്നു. ഒരു പാലാക്കാരൻ അച്ചായന്റെ ഹൃദയത്തിൽ തമിഴ് സംഗീതം ഇത്രയും ആഴത്തിൽ പതിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. തേൻമൊഴി, പാട്ട് കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു. നമുക്ക് നാളെ ആ പഴയ റെയിൽവേ പാലത്തിന്റെ അവിടെ വരെ പോയാലോ? അവിടുത്തെ വ്യൂ സൂപ്പറാ. എനിക്ക് കുറച്ച് പോർട്രേറ്റുകൾ എടുക്കണം. റെയിൽവേ പാലമാ? അത് ரொம்ப ദൂരമാച്ച്. ആന നിങ്ങൾ വണ്ടി വിട്ടുമല്ലോ, ഞാൻ വരാം. അവൾ എഴുന്നേറ്റു. അവളുടെ സാരിയുടെ തുമ്പ കാറ്റിൽ എബിന്റെ തോളിൽ തട്ടി. അവനറിയാതെ അവളുടെ കൈകളിലൊന്ന് തൊട്ടു. ആ സ്പർശനം ഒരു മിന്നൽ പോലെ അവളിലൂടെ കടന്നുപോയി. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. പക്ഷെ അവളുടെ മുഖത്ത് ദേഷ്യമല്ല, മറിച്ച് ഒരുതരം വിറയിലായിരുന്നു. നാളെ വരേൻ, ഞാനിപ്പോ പോരേൻ. അവൾ വേഗം നടന്നു നീങ്ങി. എബിൻ അവിടെ തന്നെ നിന്നു. മഴ തോർന്നിരുന്നു. ആകാശത്തത ഒരു വലിയ മഴവില്ലി വിരിയുന്നു. എബിൻ അത് ക്യാമറയിൽ പകർത്താൻ മറന്നുപോയി. കാരണം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഴവില്ലപ്പോൾ അവന്റെ മുന്നിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. മൂന്നാറിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ പഴയ കുണ്ടളവാലി റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ തേടിയായിരുന്നു അടുത്ത ദിവസത്തെ യാത്ര. പഴയ റെയിൽവേ പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മഞ്ഞ ആ വഴികളിലെല്ലാം വെള്ളം പുതപ്പിച്ചിരുന്നു. ജീപ്പിന്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി തേൻമൊഴി ഇരുന്നു. അവളിന്ന് അല്പം നിശബ്ദയായിരുന്നു. ഇന്നലത്തെ ആ കൈ തൊടൽ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ തേൻമൊഴി ഒരു മിണ്ടാട്ടില്ലാത്ത?
ഇന്നലെ പാടിയ പാട്ടിന്റെ ബാക്കിയുള്ള ആലോചിക്കുകയാണോ? എബിൻ സ്റ്റെയറിംഗ് ഒട്ടിക്കുന്നതിൽ ചോദിച്ചു. അവളൊരു കള്ളശ്ശേരി ഇരിച്ചു. ഏയ് അതൊന്നുമില്ല എബിൻ, ഈ പാലത്തിന്റെ അവിടേക്ക് ഞാൻ കുറെ കാലത്തിന് ശേഷം വരുന്നത്. പണ്ട് ആദ്യമുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു. അവർ പാലത്തിനരികിൽ വണ്ടി നിർത്തി. തകർന്നു തുടങ്ങിയ ആ പാലത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ താഴെ അഗാധമായ താഴ്വരയും പച്ചപ്പും കാണാം. എബിൻ തന്റെ ക്യാമറ ബാഗിൽ നിന്നെടുത്ത് ഓരോ ഷോട്ടുകൾ പകർത്തി. ഇടയ്ക്ക് തേൻമൊഴിയെ നോക്കിയപ്പോൾ അവൾ ആ പാലത്തിന്റെ അറ്റത്തിരുന്ന് താഴേക്ക് കാലുകൾ ആട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടു. തേൻമൊഴി വീഴല്ലേട്ടോ, സൂക്ഷിക്കണം. എബിൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഇങ്ങ പാരുങ്ക എബിൻ, ഇന്ന് മലയാളിക്കെല്ലാം എത്ര വയസ്സുണ്ടാവും? എത്ര പേരുടെ പ്രണയവും സങ്കടവും ഇത് കണ്ടിട്ടുണ്ടാവുമല്ലേ? എബിൻ അവളെ നോക്കി. അതൊക്കെ പോട്ടെ തേൻമൊഴി, നിന്റെ സ്വപ്നം എന്താ? ഈ തോട്ടത്തിൽ ഇങ്ങനെ കൊളുന്നുള്ളി കഴിയാനാണോ നിന്റെ പ്ലാന്? തേൻമൊഴി ദൂരേക്ക് നോക്കി. എനിക്കും ആശയിരിക്കും എബിൻ, നല്ല പഠിക്കണമെന്ന് വിചാരിച്ചതാ. അവൻ അപ്പാക്ക് വയ്യാതായപ്പോൾ മുത്ത് ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എങ്കിലും എനിക്ക് തുന്നൽപ്പണിയും ടൈലറിങ് നല്ല ഇഷ്ടമാണ്. ലയത്തിൽ കുറച്ച് പേർക്ക് ഞാൻ തുന്നിക്കൊടുക്കാറുണ്ട്. സ്വന്തമായിട്ടൊരു മെഷീൻ വാങ്ങണം, ഒരു ചെറിയ കട തുടങ്ങണം എന്നൊക്കെയാ. കാശ്. എബിൻ അവളുടെ ആഗ്രഹം കേട്ടപ്പോൾ അവളോട് കൂടുതൽ ബഹുമാനം തോന്നി. വെറുമൊരു നാട്ടിൻ പുറത്തെ പെൺകുട്ടിയല്ല, ഉള്ളിൽ കനലുകൾ സൂക്ഷിക്കുന്നവളാണവൾ. തേൻമൊഴി, നിനക്ക് ആ മെഷീൻ ഞാൻ വാങ്ങിത്തരാം, എബിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവനെ നോക്കി. വേണ്ട എബിൻ, എനിക്കത് പിടിക്കില്ല. ഉങ്ങൾക്കിട്ട് എപ്പടി സൊല്ലുവേൻ, കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാ നിലനിൽക്കും, നീക്കത് പണ്ണക്കൂടാതെ. എബിൻ ചിരിച്ചു. ശരി, അവർ കാര്യം ചെയ്യാം. നീ എനിക്ക് വേണ്ടി എൻ്റെ ഫോട്ടോകളുടെ മോഡലാവണം. ഞാൻ നിനക്ക് അതിൻ്റെ കൂലി തരും. അത് സേവ് ചെയ്ത് വെച്ച് നീ മെഷീൻ വാങ്ങിക്കോ, സമ്മതാണോ? ആൾ കുറച്ചു നേരം ആലോചിച്ചു, പിന്നെ മേലെ തലയാട്ടി. ശരി, അതെനിക്ക് സമ്മതം. അന്ന് ആ പാലത്തിൽ വെച്ച് അവർ കുറെ നേരം സംസാരിച്ചു. എബിൻ തന്റെ വീട്ടിലെ തമാശകളും പാലാപ്പള്ളിയിലെ പെരുന്നാളിന് ചെണ്ടമേളം കാണാൻ പോകുന്നൊക്കെ വിവരിച്ചു. തേൻമൊഴി തമിഴ്നാട്ടിലെ പൊങ്കലാഘോഷങ്ങളെക്കുറിച്ചും കാളപൂടിനെ കുറിച്ചും പറഞ്ഞു. 2 സംസ്കാരങ്ങൾ, 2 ഭാഷകൾ. പക്ഷെ ആ പാലത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു വൻമതിൽ പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ കാറ്റിൽ കുളിരുണ്ടായിരുന്നു. എബിൻ മെല്ലെ റേഡിയോ ഓൺ ചെയ്തു. പഴയൊരു ഇളയരാജ പാട്ട് ഒഴുകി വന്നു. തേൻമൊഴി അറിയാതെ ആ പാട്ടിനൊപ്പം താളം പിടിക്കുന്ന കണ്ടപ്പോൾ എബിൻ സ്വയം ഓർത്തു, ഇവളില്ലാത്തൊരു ജീവിതം ഇനി ചിന്തിക്കാൻ പോലും കഴിയില്ല. ലയത്തിനടുത്തെത്തിയപ്പോൾ തേൻമൊഴി ഇറങ്ങി. നാളെ ലീവാണ് എബിൻ, അപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ വരാൻ തേൻമൊഴി, എന്റെ ജീപ്പിൽ കൊണ്ടുപോവാം. വേണ്ട എബിൻ, ആളുകൾ സംസാരിക്കും, മുത്തു വരും. നീങ്ക ഏലമ്മച്ചിയുടെ കൂടെ ഇരിക്കുങ്കോ. അവൾ നടന്നുപോയി. എബിൻ നോക്കി നിന്നു. അവൾ പറഞ്ഞു ശരിയാണ്. ആ തോട്ടത്തിലെ കണ്ണുകൾ അവർക്ക് പിന്നാലെയുണ്ട്. മൂന്നാറിലെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ തേൻമൊഴി തളർന്നിരിക്കുകയായിരുന്നു. രാവിലെ മുത്തുവിനൊപ്പം ഒരു ഓട്ടോറിക്ഷയിലാണ് അപ്പയെ കൊണ്ടുവന്ന്. തിരക്കാരൻ ഡോക്ടറെ കാണാൻ ഒരുപാട് വൈകി. മുത്തുവിന് വർക്ക്ഷോപ്പിൽ അർജന്റ് പണിയുണ്ടായിരുന്നുകൊണ്ട് അവൻ ഇടക്ക് പോയി. തേൻമൊഴി ഒറ്റക്കായി. അപ്പയ്ക്ക് ഇടയ്ക്കിടെ ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. അവൾ കയ്യിലുള്ള തുണി കൊണ്ട് അപ്പന്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ടിരുന്നു. തേൻമൊഴി, ഒരു പരിചിതമായ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ബാഗും ക്യാമറയും തോളിലിട്ട് എബിൻ നിൽക്കുന്നു. എബിൻ, നീങ്ക എപ്പിടിങ്ക? തേൻമൊഴി അത്ഭുതത്തോടെ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരാന്ന്. നീ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏലമ്മച്ചിയോട് ചോദിച്ചപ്പോ ടൗണിലെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. എബിൻ അപ്പന്റെ അരികിലേക്ക് ചെന്നു. മുരുകൻ കണ്ണുകൾ പതുക്കെ തുറന്നു. എബിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തൊരു ആശ്വാസം നിഴലിച്ചു. തമ്പി, തേൻമൊഴിയെ തനിയെ വിടണ്ടാന്ന് കരുതി വന്നതല്ലേ? നല്ലവൻ താനീ, പുണ്യവാൻ, മുരുകൻ കിതപ്പോടെ പറഞ്ഞു. അങ്കിലധികം സംസാരിക്കണ്ട, ശ്വാസമുട്ടൽ കുറവുണ്ടോ? എബിൻ മരുന്നിന്റെ കുറിപ്പൊടി വാങ്ങി നോക്കി. പിന്നെ ഒട്ടും വൈകിക്കാതെ അവിടുത്തെ നഴ്സിനോടും മറ്റും സംസാരിച്ച് അപ്പയെ പെട്ടെന്ന് നോക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. മരുന്നുകൾ വാങ്ങി തിരിച്ചെത്തിയപ്പോൾ എബിൻ കണ്ടത് തേൻമൊഴി ഒരു മൂലയിലിരുന്ന് കണ്ണു തുറക്കുന്നതാണ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന്, എന്താടാ എന്തിനൊക്കെ അറിയുന്നത്? എബിന്റെ ശബ്ദത്തിൽ വലിയൊരു കരുതലുണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ല എബിൻ, ഭയമായിരിക്ക് അപ്പാവുക്ക് വല്ലതും പറ്റിയ ഞാൻ. അവൾക്ക് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എബിൻ അവളുടെ തോളിൽ മെല്ലെ തട്ടി. ഒന്നും സംഭവിക്കില്ല തേൻമൊഴി, ഞാൻ കൂടെയില്ലേ? നിന്റെ ഈ ചായം കൂടെയുള്ളപ്പോ നീ എന്തിനാടി പേടിക്കുന്നേ? അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ആ വാക്കുകൾ നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. ആശുപത്രിയിലെ നൂലാമാലകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴാണ് അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. ഇനി ഓട്ടോയൊന്നും വേണ്ട, നമുക്ക് ജീപ്പിൽ പോവാം, എബിൻ നിർബന്ധിച്ചു. അപ്പയെ പിന്നിലെ സീറ്റിൽ സുഖമായി കിടത്തി. തേൻമൊഴി മുൻപിൽ എബിന്റെ അടുത്തിരുന്നു. യാത്രക്കിടയിൽ അവൾ ചോദിച്ചു, എബിൻ, നിങ്ങൾ എന്തിനാ എന്നെ ഇത്രയധികം സഹായിക്കുന്നത്? നമ്മൾ തമ്മിൽ കണ്ടിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. എബിൻ ജീപ്പ് ഓടിക്കുന്നതിനിടയിൽ അവളെ നോക്കിയത് ചിരിച്ചു. ദിവസങ്ങളിലൊന്നല്ല തേൻമൊഴി കാര്യം. ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെ എന്നോ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. നിന്നെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന പോലെയാ തോന്നുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തില് നമ്മൾ മൂന്നാറിൽ ഇതേ തോട്ടത്തില് കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. തേൻമൊഴിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു കടൽ ഇരമ്പുകയായിരുന്നു. ലയത്തിലെത്തിയപ്പോൾ മുത്തവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. എബിൻ അപ്പയെടുത്ത് അകത്തെ കട്ടിൽ കിടത്താൻ മുത്തുവിനെ സഹായിച്ചു. തിരിച്ചു പോകാൻ നേരം തേൻമൊഴി പുറത്തെ പടി വരെ വന്നു. ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു.
എബിൻ, ഞാൻ താങ്ക്സ് ചൊല്ല മാട്ടേൻ. കാരണം താങ്ക്സ് ചൊല്ലി നിങ്ങൾ എനിക്ക് ദൂരത്ത് നിർത്താൻ കഴിയില്ല. എബിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പൊ ഞാൻ നിനക്ക് ആരാണ് തേൻമൊഴി? അവളൊന്നും മിണ്ടിയില്ല. പകരം തന്റെ കയ്യിൽ ആ പച്ചവളകളൊന്ന് കിലുക്കി. പിന്നെ വേഗം അകത്തേക്ക് ഓടി. എബിൻ ജീപ്പിൽ കയറി ഹോൺ മുഴക്കി യാത്രയായി. പക്ഷെ അവന്റെ മനസ്സ് ആ ചെറിയ മുറിയിലെ വെളിച്ചത്തിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. അന്ന് രാത്രി റോസ് വില്ലയിൽ ഉമ്മർത്തിരുന്ന് എബിൻ ആശുപത്രിയിൽ വെച്ചെടുത്ത തേൻമൊഴിയുടെ ചിത്രം ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പന്റെ കൈ പിടിച്ചിരിക്കുന്ന അവളുടെ ആ മുഖത്തെ നിസ്സഹായതയും കരുത്തും അവനെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്നാണ് ഫോൺ അടിച്ചത്. സ്ക്രീനിൽ അമ്മച്ചി എന്ന് തെളിഞ്ഞു. ആ അമ്മച്ചി, ഇതെന്താ ഈ സമയത്ത്? അവിടെ എല്ലാവർക്കും സുഖാണോ? എബിൻ ചോദിച്ചു. സുഖാടാ, നീ അവിടെ പോയിട്ട് ഇപ്പൊ എത്ര നാളായി? ഫോട്ടോ എടുപ്പും കറക്കൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇങ്ങോട്ടൊന്ന് വരാൻ നോക്ക്. മറിയാമ്മയുടെ സ്വരത്തിൽ ഒരാജ്ഞാപിത ഭാവമുണ്ടായിരുന്നു. അമ്മച്ചി, ഇവിടെ കുറച്ചു പേർക്ക് കൂടി ബാക്കിയുണ്ട്, ഞാൻ വരാം, ധൃതി വെക്കാതെ. ധൃതി വെക്കാതിരിക്കാൻ പറ്റില്ലടാ. അടുത്ത മാസം നിന്റെ പെങ്ങളുടെ കുഞ്ഞിന്റെ മാമോദീസയാ. ആ പിന്നെ നിന്നെ കാണാൻ വേണ്ടി നമ്മുടെ തറയിൽ ഇട്ടി സാറിന്റെ മകള് വരുന്നുണ്ട്. കൊച്ചിയിൽ MBA ഒക്കെ കഴിഞ്ഞ് നിൽക്കുക. കാണാൻ നല്ല ലക്ഷണമൊത്ത കൊച്ചാ. എബിന്റെ നെഞ്ചിലൊരു ആദ്യ പടന്നു. അമ്മച്ചി, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ആരും ഇങ്ങോട്ട് വരുത്തണ്ട. ആ, അതൊക്കെ നിന്റെ അപ്പച്ചനോട് പറഞ്ഞാലും മതി. പുള്ളിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ച നീ ഇവിടെ എത്തണം, കേട്ടല്ലോ. മറുപടി കാത്തിൽക്കാതെ അമ്മച്ചി ഫോൺ കട്ട് ചെയ്തു. എബിൻ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞു. ജനാലക്കരിയിൽ പോയി പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി. ദൂരെ മരനിരകളിൽ പൊട്ടുപോലെ ലയങ്ങളിലെ വെളിച്ചം കാണാം. അതിലൊരെണ്ണം തേൻമൊഴിയുടേതാണ്. അടുത്ത ദിവസം രാവിലെ എബിൻ തേൻമൊഴിയെ കാണാൻ പോയി. അവൾ തേയിലത്തോട്ടത്തിൽ കൊളുന്നു തുള്ളുകയായിരുന്നു. എബിനെ കണ്ടപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എന്നെ എബിൻ മൂഞ്ചി ഇപ്പിടി വെച്ചിരിക്കേ? തേൻമൊഴി, എനിക്ക് അടുത്ത ആഴ്ച പാലായിക്ക് പോകേണ്ടി വരും. വീട്ടിൽ നിന്ന് അമ്മച്ചി വിളിച്ചിരുന്നു. അവളുടെ കയ്യിലിരുന്ന കൊളുന്ത് താഴെ വീണു. അവളുടെ മുഖത്തെ ആ ചിരി പെട്ടെന്ന് മാഞ്ഞു. അപ്പോ ഇനി വരില്ലേ? ആ, വരും തേൻമൊഴി. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ വരും. പക്ഷേ വീട്ടിലവർ എനിക്ക് വേണ്ടി പെണ്ണ് നോക്കി തുടങ്ങിയിട്ടുണ്ട്. തേൻമൊഴി കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ ദൂരേക്ക് നോക്കി പറഞ്ഞു. അതെന്തായാലും നടക്കേണ്ടതല്ലേ എബിൻ? നീക്കൊരു പെരിയ കുടുംബത്തിലെ പയ്യൻ, ഞാനൊരു പാവം തോട്ടം തൊഴിലാളി. നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദം അതൊരു സ്വപ്നം പോലെയാ. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണരണല്ലോ. അവളുടെ ശബ്ദത്തിൽ ആ ഇടർച്ച എബിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനവളുടെ തോളിൽ പിടിച്ച് തിരിച്ചു. സൗഹൃദമാണോ തേൻമൊഴി ഇത്? നിനക്ക് തോന്നിയിട്ടുണ്ടോ ഇത് ഒരു സൗഹൃദമാണെന്ന്? എന്റെ കർത്താവേ, എനിക്ക് നിന്നെ ഇഷ്ടോ തേൻമൊഴി? ഒരു സ്വപ്നമായിട്ടല്ല, എന്റെ ജീവിതമായി തന്നെ. തേൻമൊഴിയുടെ കണ്ണുകൾ നിറഞ്ഞു. എബിൻ, ഇപ്പടി ചൊല്ലിനെ ഭയപ്പെടുത്താതെങ്കിൽ നമുക്കിടയിൽ ജാതി ഇരിക്കും, മതം ഇരിക്കും, പണം ഇരിക്കും. എല്ലാത്തിനും ഇതൊക്കെ അപ്പച്ചിരിക്കില്ല. അതൊന്നും എന്നെ തടയില്ല തേൻമൊഴി. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പോയി വരുന്നവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. തേൻമൊഴി തന്റെ കയ്യിലെ പച്ചവളയിൽ തലോടിക്കൊണ്ട് മെല്ലെ തലയാട്ടി. കാത്തിരിക്കേപ്പിൻ, മരണം വരെയും. മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ ആ തോട്ടത്തിന് നടുവിൽ വെച്ച് അവർ പരസ്പരം നോക്കി നിന്നു. വേർപിരിയലിന്റെ നോവ് പ്രണയത്തിന് കൂടുതൽ ആഴം നൽകുകയായിരുന്നു. മൂന്നാറിലെ മഞ്ഞും തേൻമൊഴിയുടെ ആർദ്രമായ മിഴികളും മനസ്സിലൊരു ഭാരമായി അവശേഷിപ്പിച്ചാണ് എബിൻ പാലായിലേക്ക് വണ്ടി ഓടിച്ച്. ഇടുക്കിയിലെ ഹെയർപിൻ വളവുകൾ ഇറങ്ങും തോറും അന്തരീക്ഷത്തിലെ തണുപ്പ് കുറഞ്ഞു വന്നു. പാലെത്തിയപ്പോഴേക്കും ചൂട് തുടങ്ങിയിരുന്നു. തന്റെ വലിയ തറവാട് വീടിന്റെ നെടുമ്പുരക്കൽ മുറ്റത്തേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റുമ്പോൾ തന്നെ അപ്പച്ചൻ പൗലോസ് ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ഒരു കൈയിൽ പത്രവും മറുകൈയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും. എടാ പിന്നെ നീ എത്തിയോടാ? ആ ക്യാമറയും തൂക്കി അരച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായടാ? മനുഷ്യൻ ഇവിടെ ഓരോന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. പൗലോസ് അപ്പച്ചൻ ഗൗരവത്തിൽ പറഞ്ഞു. എബിൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അപ്പച്ചൻ തുടങ്ങി, ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിക്കോട്ടെ. അമ്മച്ചി മറിയാമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നു. ആ, എന്റെ കൊച്ചു വന്നോ? ആ തണുപ്പ് തിരുന്ന് മുഖക്കൊന്ന് വാടിയല്ലോ. നീ പോയി കുളിച്ചേച്ചും വാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോത്തിറച്ചിയെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളിക്കാനായി മുറിയിലേക്ക് കയറിയ എബിന്റെ മനസ്സ് പക്ഷെ മൂന്നാറിലായിരുന്നു. അവൻ ഫോൺ എടുത്ത് തേൻമൊഴിയുടെ നമ്പർ നോക്കി. അവൾക്ക് ഫോണില്ല. മുത്തുവിന്റെ കയ്യിലുള്ള ചെറിയ നോക്കിയ ഫോണാണ് ഏക ആശ്രയം. അവനൊരു മെസ്സേജ് അയച്ചു. തേൻമൊഴി, ഞാൻ വീട്ടിലെത്തി. ഇവിടുത്തെ ചൂട് കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത്. വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അപ്പച്ചൻ തന്റെ മിഷൻ തുടങ്ങി. എബിനെ, നാളെ തറയിൽ ഇട്ടി സാറ് മകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊച്ചിയിൽ വലിയ കമ്പനിയിലാ കൊച്ചിന് പണി. നീ ഒന്ന് റെഡിയായി നിന്നോളൂ. വെറുതെ ആ ഫോട്ടോഗ്രാഫർ ജാടയെന്ന് അവിടെ കാണിക്കണ്ട. അപ്പച്ച, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ താല്പര്യമില്ലെന്ന്. എനിക്ക് എൻ്റെ കരിയർ ഒന്ന് സെറ്റിൽ ചെയ്യണം. എബിൻ എതിർത്തു. നിന്റെ ഒരു കരിയർ റബ്ബർ വെട്ട ആളില്ലാത്തോണ്ടാണല്ലോ നീ ക്യാമറയും തൂക്കി നടക്കുന്നത്. ഇതെന്റെ തീരുമാനാ. നീ ആ കൊച്ചിനൊന്ന് കണ്ടു നോക്ക്, ബാക്കി നമുക്ക് ആലോചിക്കാം. അപ്പച്ചന്റെ ശബ്ദമുയർന്നു. എബിനൊന്നും മിണ്ടിയില്ല. അവൻ തന്റെ ലാപ്ടോപ്പ് തുറന്ന് തേൻമൊഴിയുടെ ഫോട്ടോകൾ നോക്കിയിരുന്നു. ആ പച്ചവളകൾ കിലുക്കിച്ചിരിക്കുന്ന തേൻമൊഴി. അവൾ അവിടെ ലയത്തിലിരുന്ന് ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? അതേസമയം മൂന്നാറിൽ തേൻമൊഴി ലയത്തിന്റെ വാതിൽക്കലിരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കുകയായിരുന്നു. അക്ക, എന്നെ യോസനെ? മുത്ത് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ.
എബിൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവിടെ വലിയ വീടായിരിക്കും അല്ലേടാ. അവിടുത്തെ സന്തോഷത്തിനിടയിൽ അവർ നമ്മൾ ഓർക്കുമോ? അവളുടെ സ്വരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. അവരെല്ലാം പെരിയ പെരിയ ആളുകളാക്കാം, നമ്മൾ വെറും തൊഴിലാളികൾ. ആനയെ മോഹിക്കുന്ന അണ്ണാനെ പോലെ അവർ നമ്മുടെ ആഗ്രഹം. മുത്തുവിന്റെ വാക്കുകൾ തേൻമൊഴിയുടെ ഉള്ളിലൊരു മുള്ളു പോലെ തറച്ചു. അവൾ തന്റെ കയ്യിലെ പച്ചവളയിലേക്ക് നോക്കി. എബിൻ വാങ്ങി തന്ന സമ്മാനം, അത് നൽകുന്ന തണുപ്പ് അവളുടെ ഹൃദയത്തിന് ആശ്വാസമേകി. പാലായിലെ ആ വലിയ ബംഗ്ലാവിൽ ഉറക്കം വരാതെ എബിനും മൂന്നാറിലെ ചെറിയ ലയത്തിൽ തേൻമൊഴിയും ഒരേ നക്ഷത്രത്തെ നോക്കി അന്ന് രാത്രി നീതി കടന്നു. പാലായിലെ നെടുമ്പുരക്കൽ വീട് ഇന്ന് രാവിലെ മുതലേ തിരക്കിലാണ്. അമ്മച്ചി മറിയാമ്മ വീടൊക്കെ തൂത്തുവാരി മേശപ്പുറത്ത് നല്ല ഉണ്ണിയപ്പോ അച്ചപ്പോ നിരത്തി വെച്ചിട്ടുണ്ട്. എബിനൊരു ലുങ്കിയും ടീഷർട്ടും ഇട്ട് കട്ടിൽ മലന്നിടക്കിയായിരുന്നു. എടാ എബിനെ, നീ ഒന്ന് എഴുന്നേറ്റ് ആ ഷർട്ടൊക്കെ ഇട്ടെന്ന് റെഡിയാവാൻ നോക്ക്, അവരിപ്പോ എത്തും. അമ്മച്ചി മുറിയിലേക്ക് തലയിട്ട് പറഞ്ഞു. എന്റെ പൊന്നാര അമ്മച്ചി, വരുന്ന പ്രൈം മിനിസ്റ്റർ ഒന്നല്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആ സുഖം. അവൻ മറുപടി കൊടുത്തു. 11 മണിയായപ്പോഴേക്കും ഒരു വെള്ള ഇന്നോവ മുറ്റത്ത് വന്ന് നിന്നു. തറയിൽ ഇട്ടിസാറും ഭാര്യയും മകൾ ശ്വേതയും. ശ്വേത നല്ല സുന്ദരിയാണ്. ആധുനിക രീതിയിലുള്ള ചുരിദാറൊക്കെ ഇട്ട് ആത്മവിശ്വാസമുള്ളൊരു പെൺകുട്ടി. എബിൻ പുറത്തേക്ക് വന്നു. അപ്പച്ചൻ അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു. എല്ലാവരും ഇരുന്ന് ചായ കുടിച്ചു. ഇടയ്ക്ക് ഇട്ടിസാറ് ചോദിച്ചു, എബിൻ മോന് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടമെന്ന് കേട്ടല്ലോ, ബിസിനസ്സിലേക്ക് ഇറങ്ങാനൊന്നും പ്ലാനില്ലേ? എബിനൊന്ന് ചിരിച്ചു. ഫോട്ടോഗ്രാഫി എനിക്ക് വേറൊരു ഇഷ്ടമല്ല ഇട്ടിസാറേ, അതിന്റെ ശ്വാസ. ബിസിനസ് നോക്കാൻ അപ്പച്ചനുണ്ടല്ലോ. പൗലോസ് അപ്പച്ചൻ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു. എടാ, നീ ശ്വേതയ്ക്ക് നമ്മുടെ ആ റബ്ബർ തോട്ടത്തിന്റെ വശക്കൊന്ന് കാണിച്ചു കൊടുത്തേ, നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാലോ. എബിന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്വേതയ്ക്കൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. എബിൻ, മൂന്നാർ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു കേട്ടോ, ഗ്രേറ്റ് വർക്ക്. ശ്വേത സംസാരം തുടങ്ങി. താങ്ക്സ് ശ്വേത, അവൻ ചുരുക്കത്തിൽ മറുപടി നൽകി. ബട്ട് എനിക്ക് തോന്നുന്നു എബിന്റെ മനസ്സ് ഇവിടെ പാലായില്ലെന്ന്. മൂന്നാറിൽ എന്തോന്ന് ബാക്കി വെച്ചിട്ടാണോ വന്ന്? ആൾ കുസൃതിയോടെ ചോദിച്ചു. എബിനൊന്ന് ഞെട്ടി. അതെന്താ അങ്ങനെ തോന്നാൻ? നിങ്ങളുടെ കണ്ണുകളിൽ ഒരു തരം തെരച്ചിലുണ്ട്. ഇവിടെയുള്ള ഒന്നിനോടും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ല. എബിൻ അവളോട് സത്യം പറയണോ എന്ന് ആലോചിച്ചു. പക്ഷെ അപ്പോഴേക്ക് അവന്റെ ഫോൺ ശബ്ദിച്ചു. മൂന്നാറിൽ നിന്നുള്ള വിളിയാണ്. മുത്തുവിന്റെ നമ്പറാണ് സ്ക്രീനിൽ. അവൻ ശ്വേതയോട് ക്ഷമ ചോദിച്ച് മാറിന്ന് ഫോൺ എടുത്തു. ഹലോ മുത്തു. എബിൻ സാർ, അക്കാവുക്ക് ഒരു ആക്സിഡന്റ് പറ്റി, തോട്ടത്തിൽ പണിക്കിടയിൽ പാമ്പ് കടിച്ച്, ഇപ്പൊ ടൗണിലെ ഹോസ്പിറ്റലില്ല. മുത്തുവിന്റെ കരച്ചിൽ കടന്ന ശബ്ദം കേട്ടതും എബിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴാൻ പോയി. ലോകം കറങ്ങുന്ന പോലെ അവന് തോന്നി. അവന് നെഞ്ചിടിപ്പ് കൂടി. മുറ്റു നിൽക്കുന്ന ശ്വേതയെയും അകത്തിരിക്കുന്ന വീട്ടുകാരെയും അവൻ മറന്നു. മുത്തു, ഞാനിപ്പോ ഇറങ്ങാം, പേടിക്കണ്ട, ഞാൻ വരുന്നുണ്ട്. അവനോടി അകത്തേക്ക് ചെന്നു. അപ്പച്ചനും ഇട്ടിസാറും ചിരിച്ചുകൊണ്ടെന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പച്ച, എനിക്കിപ്പോ തന്നെ മൂന്നാറിലേക്ക് പോകണം, ഒരു എമർജൻസി ഉണ്ടോ? മുറിയിലുണ്ടായിരുന്നവരെല്ലാവരും സ്തബ്ധരായി. പൗലോസ് അപ്പച്ചൻ എഴുന്നേറ്റു. നീ എന്ത് ഭ്രാന്താടായി പറയുന്നേ? വിരുന്നുകാരോട് ഇരിക്കുമ്പോ എങ്ങോട്ടേ ഓട്ടം? അപ്പച്ച, എൻ്റെ ഒരു സുഹൃത്ത് മരണത്തോട് മല്ലിടുക, എനിക്ക് പോയേ പറ്റൂ. മറിയാമ്മച്ചി അവനെ തടയാൻ നോക്കി. പക്ഷേ എബിൻ അവന്റെ വണ്ടിയുടെ ചാവിയെടുത്ത് പുറത്തേക്ക് ഓടി. ശ്വേത അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തെ മണ്ണ് തെറിപ്പിച്ചുകൊണ്ട് എബിൻ മൂന്നാർ ലക്ഷ്യമാക്കി കുതിച്ചു. അവന്റെ ഉള്ളിൽ തേൻമൊഴിയുടെ ആ പച്ചവളകിലിങ്ങുന്ന ശബ്ദമായിരുന്നു. എന്റെ ഈശോയെ, അവൾക്കൊന്നും വരുത്തരുതേ. അവൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. പാലായിൽ നിന്ന് മൂന്നാറിലേക്കുള്ള ആ യാത്ര എബിൻ എങ്ങനെയാണ് പൂർത്തിയാക്കിയതെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. സാധാരണ 5-6 മണിക്കൂർ എടുക്കുന്ന ദൂരം അവൻ ജീപ്പിന്റെ എഞ്ചിൻ മുരളിപ്പിച്ചുകൊണ്ട് പറക്കുകയായിരുന്നു. ചുരം കയറുമ്പോൾ കോടമഞ്ഞ് കാഴ്ച മറയ്ക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സ് തേൻമൊഴിയുടെ അരിയിലായിരുന്നു. എന്റെ കർത്താവേ, ആ കൊച്ചിനൊന്നും വരുത്തരുതേ. അവൻ ഇടയ്ക്കിടെ സ്റ്റെയറിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവൻ മൂന്നാർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തി. ആശുപത്രി പരിസരം വിജനമാണ്. അത്യാഹിത വിഭാഗത്തിന് മുന്നിലെ മങ്ങിയ വെളിച്ചത്തിൽ തലയിൽ കൈവച്ച് തളർന്നിരിക്കുന്ന മുത്തുവിനെ അവൻ ദൂരെ നിന്ന് തന്നെ കണ്ടു. മുത്തു! എബിൻ ഓടിച്ചെന്ന് അവന്റെ തോളിൽ പിടിച്ചു. എബിനെ കണ്ടതും മുത്തു എഴുന്നേറ്റ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. എബിൻ സാർ, അക്കാക്ക് ഒന്നും അറിയില്ല, ഡോക്ടർമാരുടെ ഉള്ളിരിക്ക്. എന്താ സംഭവിച്ചത്? കൃത്യമായി പറ. അവന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വേല കഴിഞ്ഞ് വരുമ്പോ തോട്ടത്തിലൊരു കുറ്റിക്കാട്ടിൽ വെച്ച് കാലിലെന്തോ കടിച്ചു. പാമ്പാണെന്ന് ആദ്യം അറിഞ്ഞില്ല. ലയത്തിലെത്തിയപ്പോഴേക്കും അവൾ കുഴഞ്ഞു വീണ് ബോധം മറഞ്ഞു. വായിന്ന് നൊരയും പതയും വരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ പേടിച്ച്. എബിൻ ഐസിയുടെ വാതിൽക്കിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ ഗ്ലാസ് ജാലകത്തിലൂടെ അകത്തേക്ക് നോക്കാൻ അവൻ ശ്രമിച്ചു. വെളുത്ത വിരിയിട്ട കട്ടിൽ, ഒട്ടേറെ ട്യൂബുകൾക്കിടയിൽ ചലനമറ്റ തേൻമൊഴി കിടക്കുന്നു. അവിടെ ആ കടും ചന്ദനപ്പൊട്ട് മാഞ്ഞു പോയിരിക്കുന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു. എബിൻ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, ഷീസ് ഓക്കെ റൈറ്റ്? ഡോക്ടർ തന്നെ മാസ്ക് മാറ്റി നെടുവേർപ്പെട്ടു. വിഷം ശരീരത്തിൽ പടർന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചു. ഇപ്പൊ ആന്റിവനം കൊടുത്തിട്ടുണ്ട്. അടുത്ത 24 hours നിർണായകമാണ്. ബോധം തെളിയണം, പ്രാർത്ഥിക്കുക. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ എബിൻ ഐസിയുന് മുമ്പിലെ ബെഞ്ചിലിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.
പാലായിലെ ആ വലിയ ബംഗ്ലാവും അപ്പച്ചന്റെ വാശിയും ശ്വേതയുടെ സൗന്ദര്യവുമെല്ലാം ഈ നിമിഷം അവന് അർത്ഥശൂന്യമായി തോന്നി. തേൻമൊഴിയുടെ ജീവനേക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് അവന്റെ ഹൃദയം നിലവിളിച്ചു. നേരം വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഏലമ്മച്ചി അവിടെ എത്തി. എബിനെ കണ്ടതും അവർ അത്ഭുതപ്പെട്ടു. നീ എപ്പോ എത്തി എബിനെ? നിന്റെ അപ്പച്ചൻ എന്നെ വിളിച്ച് ആകെ ബഹളായിരുന്നു. അമ്മച്ചി അപ്പച്ചനോട് എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്കിവിടുന്ന് മാറാൻ പറ്റില്ല, എബിൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഏലമ്മച്ചി അവന്റെ കണ്ണുകളിലെ പ്രണയവും വേദനയും തിരിച്ചറിഞ്ഞു. അവർ തേൻമൊഴിയെ സ്വന്തം മകളെ പോലെയാണ് കണ്ടിരുന്നത്. അവർ എബിന്റെ അരികിലിരുന്ന് അവന്റെ കൈ ചേർത്ത് പിടിച്ചു. അന്ന് ഉച്ചയോടെയാണ് നേഴ്സ് പുറത്തു വന്ന് വിളിച്ച്. തേൻമൊഴിയുടെ കൂടെ വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? രോഹിക്ക് ബോധം വീണിട്ടുണ്ട്. എബിനും മുത്തും കൂടി ഉള്ളിലേക്ക് ഓടി. തേൻമൊഴി മേലെ കണ്ണുകൾ തുറന്നു. അവൾ ആദ്യം കണ്ടത് എബിനെയാണ്. വാടിയ ആ മുഖത്ത് ചെറിയൊരു വിസ്മയം വിരിഞ്ഞു. എബിൻ, നീങ്ക എപ്പിടിയെങ്കിൽ? അവളുടെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. എബിൻ അവളുടെ കൈകൾ മേലെ പിടിച്ചു. ഞാൻ വരും തേൻമൊഴി, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തപ്പി വരും. എന്നെ ഇങ്ങനെ പേടിപ്പിക്കണമായിരുന്നോ നീ? അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവളുടെ കയ്യിൽ ആ പച്ചവളകൾ ഇപ്പോഴും ഉണ്ടായിരുന്നു. ആ തണുത്ത ICU മുറിയിൽ മരുന്നിന്റെ ഗന്ധത്തിനിടയിലും അവരുടെ പ്രണയം വീണ്ടും ജീവൻ വെക്കുകയായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ICUവിന് പുറത്ത് ഏലമ്മച്ചിയുടെ ഫോണിലേക്ക് പൗലോസ് അപ്പച്ചന്റെ വിളി വീണ്ടും വരുന്നുണ്ടായിരുന്നു. പുകയുന്ന അഗ്നിപർവ്വതം പോലെ ഒരു വലിയ പ്രശ്നം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിയുടെ 3-ാം ദിവസം തേൻമൊഴി അപകടനില തരണം ചെയ്തിരുന്നു. അവളെ വാർഡിലേക്ക് മാറ്റി. എബിൻ അവളുടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ തമിഴ് ശൈലിയുള്ള തമാശകളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും വീണ്ടും ആ വാർഡിൽ നിറയാൻ തുടങ്ങി. എബിൻ, നീങ്ക പാതിരാത്രിയിൽ വണ്ടി ഓട്ടി വന്നതുക്ക് അപ്പച്ചൻ തയ്യും തകയും ആടുവാറില്ലയാ? തേൻമൊഴി ആശങ്കയോട് ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം തേൻമൊഴി, നീ പോയി കഞ്ഞി കുടിക്കാൻ നോക്ക്. എബിൻ സ്പൂൺ അവിടെ ചുണ്ടിനരികിലേക്ക് നീട്ടി. പെട്ടെന്നാണ് വാർഡിന്റെ വാതിൽക്കൽ ഒരു വലിയ നിഴൽ കണ്ടത്. ചെരുപ്പിന്റെ ശബ്ദം കേട്ട് എബിൻ തിരിഞ്ഞു നോക്കി. അവന്റെ കയ്യിൽ നിന്ന് സ്പൂൺ തട്ടി താഴെ വീണു. വാതിൽക്കൽ പൗലോസ്, വാതിൽക്കൽ അപ്പച്ചൻ നിൽക്കുന്നു. കൂടെ ഏലമ്മച്ചിയുമുണ്ട്. അപ്പച്ചന്റെ മുഖം കണ്ടാൽ ചുട്ടുപഴുത്തി ഇരുമ്പ് പോലെ ഇരിക്കുന്നു. കണ്ണ് ചുവന്ന് തുടുത്തിരുന്നു. എബിൻ പതുക്കെ എഴുന്നേറ്റു. അപ്പച്ചനിപ്പോ ഒന്നു. പൗലോസ് അപ്പച്ചൻ തേൻമൊഴിയെന്ന് രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിന്റെ ആഴത്തിൽ തേൻമൊഴി ഭയന്ന് പുതപ്പിനുള്ളിലേക്ക് ചുരുങ്ങി. അപ്പച്ചൻ എബിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷർട്ടിന്റെ കോൾ പിടിച്ചു. ഇതാണോടാ നിന്റെ എമർജൻസി? വീട്ടിൽ വന്ന വിരുന്നുകാരെയും നിന്റെ അപ്പനെ അമ്മയും നാണം കെടുത്തിയിട്ട് നീ തമിഴത്തിയുടെ കാറ് പിടിക്കാൻ വന്നാണോടാ? അപ്പച്ചന്റെ ശബ്ദം വാർഡിലാകെ മുഴങ്ങി. അപ്പച്ച ശബ്ദം താഴ്ത്തി, ഇതൊരു ഹോസ്പിറ്റലാണ്. പിന്നെ തേൻമൊഴി അവൾ എനിക്ക് വെറും ഒരു സുഹൃത്തല്ല. എബിൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. പിന്നെ ആരാടാ ഇവള് നിനക്ക്? നെടുമ്പുരക്കൽ കുടുംബത്തിന്റെ മരുമകളാക്കാൻ നിനക്ക് തോന്നിപ്പോയോ? ഈ തോട്ടം തൊഴിലാളിയെ നിന്റെ തള്ളയറിഞ്ഞ അപ്പ തന്നെ മരിച്ചു വീഴും. അപ്പച്ചൻ അവനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. വാർഡിന് പുറത്തെ വരാന്തിൽ വെച്ച് ഏലമ്മച്ചി അപ്പച്ചനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. ചേട്ടാ, പിള്ളേരല്ലേ, അവർക്ക് ഇഷ്ടം തോന്നിപ്പോയതാവും. നമുക്ക് സാവധാനം സംസാരിക്കാം. നിനക്ക് വട്ടാണ് ഏലമ്മേ. ഇവനെ ഞാൻ ഇങ്ങോട്ട് വിട്ടതേ നിന്റെ സംരക്ഷണയില്ല. ഇവിടെ ഇവൻ പണി തുടങ്ങിയിട്ട് ദിവസങ്ങളായല്ലോ. ഇവനെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. അപ്പച്ചനെ എബിനെ നോക്കി വിരച്ചുകൂടി. എബിനെ, ഒന്നുകിൽ നീ ഇപ്പൊ എന്റെ കൂടെ വണ്ടി കയറണം, അല്ലെങ്കിൽ ഇനി നിനക്ക് പാലായിലൊരു അപ്പനുണ്ടാവില്ല. നിന്റെ ഈ ക്യാമറ ഈ പെണ്ണുമായിട്ട് നീ ഇവിടെ കഴിഞ്ഞോ? ഒരു ചക്രം ഞാൻ നിനക്ക് തരില്ല. എബിൻ തകർന്നു പോയി. ഒരു വശത്ത് അവന്റെ സർവസ്വമായ തേൻമൊഴി, മറുവശത്ത് തന്റെ കുടുംബം. അവൻ വാർഡിലേക്ക് നോക്കി. തേൻമൊഴി വാതിൽക്കൽ പിടിച്ചെന്ന് കരയുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ എന്നെ വിട്ടു പോവില്ലേ എന്ന യാചനയുണ്ടായിരുന്നു. മുത്തു ദൂരെ നിന്ന് ഇതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയാണ്. എബിൻ തേൻമൊഴിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു. പേടിക്കണം തേൻമൊഴി, ഞാൻ പോയേ തീരും, പക്ഷെ ഞാൻ തിരിച്ചു വരും, ഇത് സത്യം. തേൻമൊഴിയൊന്നും മിണ്ടിയില്ല. അവൾ അവന്റെ കൈകളിൽ നിന്ന് അവളുടെ കൈ വിടുവിച്ചു. നീങ്ക പോങ്കി എബിൻ, നമ്മൾ തമ്മിൽ ചേരില്ല, അതെനിക്ക് മുന്നാടിയെ തെറിയും. ഇതെല്ലാം ഒരു കനവ്, അത് കനവിപ്പം മുടിഞ്ഞു പോച്ച്. അവൾ തിരിഞ്ഞു നടന്നു. എബിൻ അപ്പച്ചന്റെ പിന്നാലെ നടക്കുമ്പോൾ അവന്റെ ഹൃദയം അവിടെ ആ വാർഡിലെ ബെഞ്ചിൽ ഉപേക്ഷിക്കപ്പെട്ട പോലെ തോന്നി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എബിൻ കണ്ണാടിയിലൂടെ നോക്കി. ദൂരെ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ തേൻമൊഴി നിൽക്കുന്നുണ്ടായിരുന്നു. മൂന്നാറിലെ കോടമഞ്ഞ് അവരെ തമ്മിൽ വേർതിരിച്ച് തുടങ്ങി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.